കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുരിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടും, നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരും പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ വീണ്ടും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാലത്തിൻ്റെ അടയാളമായ, കാലഘട്ടത്തിൻ്റെ അടയാളമായ പരിശുദ്ധ കന്യകാമറിയം മെജ്ജുഗൊരിയിൽ 141 വർഷങ്ങളായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സ്വർഗീയ ഇടപെടലുകളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കാണുവാൻ പരിശ്രമിച്ചിരുന്നത്. ഈ തൊട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ മെജ്ജുഗൊരിയിലെ ചില പ്രത്യേകതകൾ നാം കാണുകയുണ്ടായി. അവിടുത്തെ ഗ്രാമവാസികളെക്കുറിച്ചും ആ സ്ഥലത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതിന് ശേഷം മെജ്ജുഗൊരി എന്ന ആ പ്രദേശത്ത് ആ മലമുകൾ മുഴുവനും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളൊക്കെ കഴിഞ്ഞ പല എപ്പിസോഡുകളിലൂടെ നാം ശ്രവിക്കുകയുണ്ടായി. ഇന്നത്തെ എപ്പിസോഡിൽ മെജ്ജുഗൊരിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മെജ്ജുഗൊരിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനും ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുമായ തീർത്ഥാടകർ കടന്നു വരുമ്പോൾ വളരെ പ്രധാനമായും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഈ സ്ഥലം അത്ര എളുപ്പത്തിൽ എത്തപ്പെടാവുന്ന ഒരു സ്ഥലമല്ല. ഉരുളൻ കല്ലുകൾ, പാറക്കെട്ടുകളും മുള്ളുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വളരെ ദുർഘടം പിടിച്ച ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഇത് മെജ്ജുഗൊരിയിലെ അനേകം തീർത്ഥാടകർക്ക് ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്ത ഇടം കൂടിയാണ്. ഈ സ്ഥലമാണ് മെജ്ജുഗൊരിയിലെ കുരിശുമല. മെജ്ജുഗൊരിയിലെ കുരിശുമലയ്ക്ക് അവരുടെ ഭാഷയിൽ ക്രിസേവാസ് എന്നാണ് പറയപ്പെടുന്നത്. ക്രിസേവാസ് മെജ്ജുഗൊരി ഗ്രാമവാസികൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ക്രിസേവാസ് മെജ്ജുഗൊരി ഇടവക ദേവാലയത്തിൽ നിന്നും ഒരു 3-4 അല്ലെങ്കിൽ 4-5 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് 520 മീറ്ററോളം ഉയരമുള്ള വലിയ ഒരു മലയാണ് ഈ ക്രിസേവാസ് ഇല്ലേ മെജ്ജുഗൊരിയിലെ കുരിശുമല. ഈ മല കുത്തനെയുള്ള ഒരു മലയാണ്. ഇത് പാറക്കെട്ടുകളും കല്ലുകളും മുള്ളുകളും ഉരുളൻ കല്ലുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മലയാണ്. ഈ മല കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലി ആളുകൾ കയറി മുകളിലെത്തണമെങ്കിൽ ഏതാണ്ട് 2 മണിക്കൂറോളം സമയമെടുക്കും. ദുർഘടം പിടിച്ച യാത്രയാണ്. ഈ ദുർഘടം പിടിച്ച വഴിയിലൂടെ ആളുകൾ നഗ്നപാതരായാണ് മിക്കവരും ഈ മലമുകളിലേക്ക് പ്രാർത്ഥിച്ച് കയറുക. ചിലര് ഉരുളൻകല്ലിൻ്റെ ഒക്കെ മുകളിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച് മുകളിലേക്ക് കയറുന്നതൊക്കെ കാണുമ്പോൾ വലിയ ഹൃദയസ്പർശിയായ അനുഭവമാണ് ഈ കുരിശുമലയിൽ നമുക്ക് ഉണ്ടാവുക. ഈ കുരിശുമല 1934 ഒരു പ്രത്യേക കാര്യത്തിന് സാക്ഷ്യം വഹിച്ചു.
ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി അവിടെ ഉണ്ടായിരുന്നൊരു മലയാകാം. 1934 മെഡ്ജുഗരിയിലെ അന്നത്തെ ഇടവക ജനങ്ങൾ തീരുമാനിച്ചു, ഈ കുരിശ് ഈ മലയുടെ മുകളിൽ വലിയ ഒരു കുരിശ് നാട്ടണം എന്ന്. എന്നാൽ നമുക്കറിയാം, പാവപ്പെട്ട ഒരു ഗ്രാമമാണ്. അവിടെ 1934 ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. ഈ വലിയ മല കയറി അതിൻ്റെ മുകളിൽ ഒരു കുരിശ് നാട്ടണമെങ്കിൽ ഗ്രാമവാസികൾ മുഴുവനും ഈ സിമെന്റും മോട്ടറും മറ്റ് മെറ്റീരിയലുകളെല്ലാം ചുമന്നുകൊണ്ട്, കല്ലും എല്ലാം ചുമന്നുകൊണ്ട് ഈ മല കയറി മുകളിലെത്തണം. അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും അവർ കർത്താവിൻ്റെ 1900 വാർഷികം പീഡാനുഭവത്തിൻ്റെ, അതായത് 1900 കർത്താവിൻ്റെ കുരിശുമരണം 33-ാം വയസ്സിൽ കർത്താവ് കുരിശിൽ മരിച്ച ആ കുരിശുമരണത്തിൻ്റെ പീഡാസനത്തിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് 1933 ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വലിയൊരു കുരിശ് ആ മലയിൽ നാട്ടുവാൻ അവരാഗ്രഹിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ പണി ആരംഭിക്കുന്നു. 1933 തന്നെ ജനങ്ങൾ മെറ്റീരിയലൊക്കെ താഴെ നിന്ന് ചുമന്നുകൊണ്ട് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് മല കയറുവാൻ തുടങ്ങി. 1934 കൂടി ഈ വലിയ കുരിശ് അവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു. ഈ കുരിശിന് 15 ടൺ ഭാരമുണ്ട്. ഈ 15 ടൺ ഭാരമുള്ള ഈ കുരിശിൻ്റെ എല്ലാം, അതിൻ്റെ സിമെന്റും കല്ലും കട്ടയും എന്തൊക്കെയാണോ മുഴുവനും മെഡ്ജുഗരിയിലെ ഗ്രാമവാസികൾ ചുമന്ന് കയറ്റി ഉണ്ടാക്കിയ അവരുടെ ത്യാഗത്തിൻ്റെ, അവരുടെ വിയർപ്പിൻ്റെ, അവരുടെ ഈശോയുടെ പീഡാസനത്തിലുള്ള സ്നേഹത്തിൻ്റെ വലിയൊരു വിലയാണ് മെഡ്ജുഗരിയിലെ മലയിൽ ഉയർന്നു നിൽക്കുന്ന ഈ വലിയ കുരിശ്. ആ കുരിശിൽ ഇപ്രകാരം ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നു: മാനവ രക്ഷകനായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അടയാളമാണ് ഇതെന്ന് ഈ കുരിശിൽ അവർ രേഖപ്പെടുത്തി വെച്ചു. കർത്താവ് കുരിശിൽ മരിച്ച 1933 എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കുരിശുമരണത്തിന് അത്രയും വാർഷികമാണത്. 1933 വർഷത്തെ ആ വാർഷികം, ഇല്ലെങ്കിൽ 1900 വർഷത്തെ ആ വാർഷികം, ഇതാണ് മെഡ്ജുഗരി ജനങ്ങൾ നെഞ്ചോട് ചേർത്തത്. സ്വർഗം അത് മാനിച്ചു. അങ്ങനെ അവരുടെ ആ പരിത്യാഗം, അവരുടെ ആ ഈശോയുള്ള സ്നേഹം, മാനവരക്ഷകനായ കർത്താവ് നേടുത്തുന്ന രക്ഷ അവർ ഗൗരവമായി എടുത്ത് ആ ഗ്രാമവാസികൾ മുഴുവനും ഏക മനസ്സോടുകൂടി ഈ വലിയ സംരംഭത്തിന് അവർ ഒത്തുചേരുകയാണ്. ആരും മാറി നിൽക്കുന്നില്ല. ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ ആ ഗ്രാമവാസികൾ മുഴുവനും ഈ ഒരു യജ്ഞത്തിൽ പങ്കുചേർന്ന് വലിയൊരു 15 ടൺ ഭാരമുള്ള കുരിശ്, 8.56 മീറ്റർ ഉയരമുള്ള കുരിശ് അവിടെ സ്ഥാപിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ത്യാഗത്തിൻ്റെ, പരിത്യാഗത്തിൻ്റെ, ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ വലിയ വിലയായി ആ കുരിശ് അവിടെ സ്ഥാപിക്കപ്പെട്ടു. അന്ന് മുതൽ വർഷത്തിലൊരിക്കലും എങ്കിലും ഇടവക ദേവാലയത്തിൽ നിന്ന് കുരിശുമല തീർത്ഥാടന യാത്ര നടത്താറുണ്ട്. പിന്നീട് പരിശുദ്ധ അമ്മ 1981 മെഡ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കുരിശുമലയിൽ പല പ്രത്യേകതകളും ആളുകൾ ദർശിക്കുവാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയുടെ മെഡ്ജുഗരിയിലെ പ്രത്യക്ഷപ്പെടൽ, അതായത് അമ്മ പ്രത്യക്ഷപ്പെട്ട മല ഈ കുരിശുമലയല്ല, അത്
മെഡ്ജുഗരിയിലെ മറ്റൊരു സ്ഥലത്താണ് അമ്മ പ്രത്യക്ഷപ്പെടുന്ന മല സ്ഥിതി ചെയ്യുന്നത്. ഇത് മെഡ്ജുഗരി ദേവാലയം 4-5 കിലോമീറ്റർ മാറി മറ്റൊരു നമുക്കെന്നാ പള്ളിയിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം കാണാം. കുറച്ച് ദൂരെ കുരിശ് ഇങ്ങനെ ഈ മലയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് രണ്ടും ഒരു മലയല്ല, 2 മലകളാണ്. അമ്മ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കുരിശുമലയിൽ ചില പ്രത്യേകതകൾ ഗ്രാമവാസികൾ ദർശിക്കുവാൻ തുടങ്ങി. ചില സമയങ്ങളിൽ ഗ്രാമവാസികൾ ഈ കുരിശിന് ചുറ്റും രാത്രിക്കൊക്കെ ഒരു പ്രത്യേക പ്രകാശം പരക്കുന്നതായിട്ട് കാണുവാൻ തുടങ്ങി. ഇലക്ട്രിസിറ്റി ഒന്നും ഉള്ള സ്ഥലമല്ല അവിടെ. രാത്രിയിൽ കുരിശിന് ചുറ്റും വലിയ വ്യത്യസ്ത രീതിയിലുള്ള പ്രകാശം പരക്കുന്നു. ചില സമയങ്ങളിൽ അവർ നോക്കുമ്പോൾ കുരിശ് അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു. ഈ 15 ടൺ ഭാരവും 8.56 മീറ്റർ ഉയരവുമുള്ള കുരിശ് അവിടെ ഇല്ല, അത് അപ്രത്യക്ഷമാകുകയാണ്. കുരിശ് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ അധികം താമസിയാതെ പല ഗ്രാമവാസികളും കുരിശിന്റെ സ്ഥാനത്ത് പരിശുദ്ധ അമ്മ നിൽക്കുന്നതായിട്ട് കാണുകയുണ്ടായി. പല സമയങ്ങളിൽ 1000 കണക്കിന് തീർത്ഥാടകരും ഗ്രാമവാസികളും ഒക്കെ ഈ പ്രതിമാസത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കുരിശ് അപ്രത്യക്ഷമായി അവിടെ പരിശുദ്ധ അമ്മ നിൽക്കുന്ന അനുഭവം. അവിടെ വില്ലേജിൽ നിന്ന് ഗ്രാമത്തിൽ നിന്ന് നോക്കുമ്പോൾ അവർ കുരിശ് കാണുവാനില്ല, പക്ഷെ പരിശുദ്ധ അമ്മ അവിടെ നിൽക്കുന്നതായിട്ട് അവർ കാണുന്നു. പിന്നീട് പരിശുദ്ധ അമ്മ മാറി വീണ്ടും കുരിശ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ മെഡ്ജുഗരി പ്രദേശം മുഴുവനും വലിയ വിസ്മയകരമായ സംഭവങ്ങൾക്ക് ഇടവരുത്തുകയാണ്. അങ്ങനെ ഈ കുരിശുമല വലിയ ഒരു പ്രാധാന്യം വഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമവാസികൾ ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് ഈശോയോടുള്ള സ്നേഹം മൂലം ഈശോ നേടുന്ന മാനവരക്ഷകനായ യേശുവിനോടുള്ള സ്നേഹം മൂലം ഈശോ നേടുന്ന രക്ഷയെ പ്രതി അവർ ഈ കുരിശ് സ്ഥാപിച്ചപ്പോൾ സ്വർഗം ആ പ്രദേശത്തെ മുഴുവനും അനുഗ്രഹിച്ചതാകാം പിന്നീട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനൊക്കെ ഇടവരുത്തിയതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളായ സെപ്റ്റംബർ മാസം 8-ാം തീയതി കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച അവിടെ വലിയ ഒരു വിശുദ്ധ ബലി എല്ലാ വർഷവും അർപ്പിക്കപ്പെടുന്നു. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളായ സെപ്റ്റംബർ 8-ന് ശേഷം വരുന്ന ഞായറാഴ്ച. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ സാക്ഷ്യപ്പെടുന്നത് ഇപ്രകാരമാണ്: 10 ലക്ഷത്തോളം ജനങ്ങളാണ് ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നതെന്ന്. ക്രൊയേഷ്യയുടെയും ബോസ്നിയ ഹെർസഗോവിനയുടെയും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഈ ഒരു വിശുദ്ധ ബലിക്ക് വേണ്ടി ഒഴുകിയെത്തുകയാണ്. 10 ലക്ഷം ജനങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ? 10 ലക്ഷത്തോളം ജനങ്ങളാണ് ആ മല മുഴുവനും, അതായത് മുൾപടർപ്പുകളും ഉരുളം കല്ലുകളും പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മലയാണ്. ആ വെയിലത്ത് 10 ലക്ഷത്തോളം ജനങ്ങൾ ഈ ഒരു കുർബാനയ്ക്ക് വേണ്ടി അവിടെ തടിച്ചുകൂടും വർഷത്തിലൊരിക്കൽ. അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? സെപ്റ്റംബർ മാസം 14-ാം തീയതി വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളാണ്. അപ്പം പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാൾ 8-ാം തീയതി കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷമായിട്ടാണ് അവരവിടെ ഒന്നിച്ചു കൂടുക. പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാൾ ആഘോഷിക്കുന്ന ഒപ്പം വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളും കൂടെ ആഘോഷിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിൽ കർത്താവ് നേടിത്തന്ന രക്ഷ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ യേശുക്രിസ്തു സഹിച്ച പീഡാസഹനങ്ങളെ മാനിച്ച് ധ്യാനിച്ച് 10 ലക്ഷത്തോളം ജനങ്ങൾ അവിടെ തടിച്ചുകൂടി. അവർക്ക് വലിയ ദൈവാനുഭവത്തിൻ്റെ അവരവസരമായി ഇത് മാറുകയാണ്.
പിന്നീട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ നാളുകളിൽ ഗ്രാമവാസികൾ നോക്കുമ്പോൾ ഈ കുരിശിന് ചുറ്റും മീർ, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ മീർ എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ്, മീർ എന്ന അക്ഷരം ഇങ്ങനെ കുരിശിന് ചുറ്റും അതിനെ ഇങ്ങനെ വലയം ചെയ്ത് ഈ കുരിശിന് ചുറ്റും പറന്നു നടക്കുന്നത് പല ഗ്രാമവാസികളും ദർശിക്കുന്നുണ്ടായി. ആയിരങ്ങൾ അത് കാണുകയുണ്ടായി. കുരിശിന് ചുറ്റും മീർ എന്ന അക്ഷരം രാത്രിയും പകലുമൊക്കെ ഇങ്ങനെ കുരിശിനെ വലയം ചെയ്ത് ഇങ്ങനെ നടക്കുന്നു. മീർ എന്ന അവൻ്റെ അർത്ഥം സമാധാനമെന്നാണ് അവരുടെ ഭാഷയിൽ. നമുക്കറിയാം, ആ സമയം ആ രാജ്യം യുദ്ധക്കെടുതിയിലായിരുന്നു, സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇപ്രകാരമുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കുരിശിന് ചുറ്റും സമാധാനം എന്ന് എഴുതി, മീർ എന്ന് എഴുതി ഇങ്ങനെ ഈ കുരിശിനെ വലയം ചെയ്ത് ആ അക്ഷരം പ്രത്യക്ഷപ്പെടുക. ഇതൊക്കെ ഗ്രാമവാസികൾക്ക് അവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തിയ സംഭവങ്ങളാണ്. ഇത് അന്ന് ദർശിച്ച ആളുകൾ തന്നെയാണ് ഇതൊക്കെ എഴുതി വെക്കുക, ഇന്നും പറഞ്ഞു തരിക. ഈ ലോകത്തിൻ്റെ ശാസ്ത്രങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കാത്ത രീതിയിലുള്ള ദൈവിക ഇടപെടലുകളാണ് ഇപ്രകാരമുള്ള സംഭവങ്ങൾ നമുക്ക് മുൻപിൽ പങ്കുവയ്ക്കുക. ചില അവസരത്തിൽ ഈ കുരിശ് രൂപം കത്തി ജ്വലിക്കുന്ന തീജ്വാലയായി ആളുകൾ കാണുവാൻ സാധിക്കുന്നു. അവർ ഗ്രാമത്തിൽ നിന്ന് കുരിശിലേക്ക് നോക്കുമ്പോൾ ചില അവസരത്തിൽ കുരിശിങ്ങനെ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന തീജ്വാലയായി കാണുന്നു. ഇതൊക്കെ വളരെ പ്രത്യേകമായ ഒരു സ്വർഗീയ ഇടപെടലിൻ്റെ അനുഭവമാണ്. അസാധാരണമായ ഇപ്രകാരമുള്ള സംഭവങ്ങൾ ആ ദേശത്തെ മുഴുവനും വലിയ മാനസാന്തരത്തിലേക്കും വലിയ ആഴമുള്ള ദൈവവിശ്വാസത്തിലേക്കും സ്വർഗത്തിന് വേണ്ടി ഉള്ള വലിയൊരു ദാഹത്തിലേക്കും നയിക്കുകയാണ്. അത് ക്രൈസ്തവരുടെ ഇടയിൽ മാത്രമല്ല, അവിടെ കൂടുതലും ക്രിസ്ത്യാനികളാണെങ്കിലും ആ ദേശം മുഴുവനും ഇപ്രകാരമുള്ള ഒരാത്മീയ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. കത്തിജ്വലിക്കുന്ന കുരിശ്, മറ്റെവിടെയും കേൾക്കാത്ത രീതിയിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മെജ്ജുവരിലെ കുരിശുമലയിൽ ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അനേകർക്ക് വലിയ സാക്ഷ്യമായി മാറുന്നു, വിശ്വാസം ആഴപ്പെടുവാനുള്ള ഒരനുഭവമായി മാറുന്നു. അനേകർ ഇത് ജീവിതത്തിൽ ഏറ്റെടുത്ത് ആ ജീവിത സാക്ഷ്യമായി പങ്കുവയ്ക്കുന്നുമുണ്ട്. പിന്നീട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കുരിശുമല നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ അടിവാരം മുതൽ മുകൾ വരെ കുരിശിൻ്റെ വഴിയുടെ 15 സ്ഥലങ്ങൾ, കുരിശിൻ്റെ വഴിയുടെ 15 സ്ഥലങ്ങളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആളുകൾ ഈ കുരിശുമല കയറുന്നത് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ചിലർ ജയമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. ഇതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഏതാണ്ട് വലിയ ഫലകങ്ങൾ, വലിയ ചെമ്പ് തട്ടിലാണ് ഈ കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങൾ കൊത്തിവെച്ചിരിക്കുക. ഇത് ഒരെണ്ണത്തിനാണ് 150 കിലോഗ്രാം ഭാരമുണ്ടെന്നാണ് പറയുക. 14 സ്ഥലങ്ങളും ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുക, അടിവാരം മുതൽ മുകൾ വരെ. കുരിശിൻ്റെ വഴി ചൊല്ലി പോകുന്ന ആളുകൾ പാട്ടുകൾ പാടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെരുപ്പിടാതെ ഈ ഉരുളങ്കല്ലിൻ്റെ മുകളിൽ കൂടെ മുള്ളിലൊക്കെ ചവിട്ടി അനേകരെ ത്യാഗം ചെയ്ത് കയറി പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു പ്രത്യേകത, ഈ മല കയറി ഇങ്ങനെ കുരിശിന് വഴിയല്ലേ മുകളിൽ കയറാനൊക്കെ ഏതാണ്ട് 2 മണിക്കൂറോളം സമയമെടുക്കും. ഒരുപാട് തീർത്ഥാടകര് ഉപവാസമെടുത്തും പ്രാർത്ഥിച്ചും പരിത്യാഗം ചെയ്തുമാണ്
ഈ കുരിശിന മല കയറുന്നത്. ഈ കുരിശിന മഴ കയറുമ്പോൾ മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല ചൂടാണ്. വെയില് സീസണിൽ, സമ്മർ സീസൺ, നല്ല ചൂട്. ഈ ചൂട് ചുട്ടുപൊള്ളുന്ന ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ വേണം കയറി പോകുവാനായി. ഇതൊക്കെ സന്തോഷത്തോടെ തീർത്ഥാടകർ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ത്യാഗം ചെയ്ത് സഹനത്തിലൂടെ കുരിശിൻ്റെ വഴി ചൊല്ലി മുകളിലെത്തി ഈ കുരിശിനെ വന്ദിക്കുന്ന അനേകായിരങ്ങൾക്ക് അവർ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ ആത്മീയ അനുഭവത്തിലേക്ക് ദൈവം അവരെ നയിക്കുകയാണ്. ഈ കുരിശുമലയുടെ മുകളിൽ കുരിശിന്റെ അടുത്തെത്തി കഴിയുമ്പോൾ അനേകര് ഈ കുരിശിനെ കെട്ടിപ്പിടിച്ച് നിന്ന് ധ്യാനിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അനേകര് കണ്ണീര് പൊഴിക്കുന്നു. ഈ കുരിശിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ തങ്ങളുടെ ജീവിതങ്ങൾ മുഴുവനും മാനവരക്ഷകനായ ഈശോയ്ക്ക് അടിയറ വെച്ചുകൊണ്ട് ആ ഈശോയുടെ വലിയൊരു സ്നേഹ ആലിംഗനത്തിലേക്ക് അനേകര് സ്വീകരിക്കപ്പെടുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആ കുരിശിനെ കെട്ടിപ്പുണർന്ന് കണ്ണുനീര് പൊഴിച്ച് തങ്ങളുടെ ജീവിതങ്ങൾ മുഴുവൻ സമർപ്പിച്ച് ധ്യാനിക്കുന്ന തീർത്ഥാടകരെ കാണുമ്പോൾ നമുക്ക് തന്നെ അത് വലിയൊരു അനുഭവമാണ്. ആയിരങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു അനുഭവത്തിന് വേണ്ടി അവിടെ കടന്നു വരിക. മാനവരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ഒരു വലിയ സാന്നിധ്യം അവിടെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രമുള്ള ഒരു ദൈവിക ഇടപെടൽ അവിടെ നടക്കുന്നത്, അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഗ്രാമവാസികൾ ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് തങ്ങളുടെ തോളിലും തലയിലുമൊക്കെ ചുമന്ന് കല്ലും സിമെന്റും ഒക്കെ ചുമന്ന് കയറ്റി മാനവരക്ഷകനായ യേശുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആ വലിയ കുരിശ് 1934 അവിടെ നാട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിയ ആ വലിയ വില കൊടുക്കലിനെ സ്വർഗം മാനിച്ചതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴും ആ കുരിശുമല, ആ വലിയ കുരിശ്, ആളുകളുടെ ചോര നീരാക്കി പണിത ആ കുരിശ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആ സ്ഥലം ഇന്ന് അനേകരുടെ മാനസാന്തരത്തിൻ്റെ, വലിയ ദൈവിക ഇടപെടലിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുക. കർത്താവിന് അനന്തമായ കാരുണ്യത്തിൽ 2 or 3 പ്രാവശ്യം ഈ കുരിശിൻ്റെ അടുത്ത് പോകാനും പ്രാർത്ഥിക്കുവാനും ഈ എളിയവനായി എനിക്കും ദൈവം അവസരം നൽകി. ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പങ്കുവയ്ക്കുക. കർത്താവിൻ്റെ മാനവരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ വലിയൊരു സ്നേഹം മെജ്ജൂരിലെ കുരിശുമലയുടെ മുകളിൽ നമുക്കൊക്കെ അനുഭവിക്കുവാൻ സാധിക്കുന്നു. ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ച, ലോകത്തെ ഇത്രമാത്രം സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുന്ന മാനവരക്ഷകനായ യേശുക്രിസ്തുവിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.